മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിൻ്റെ അടുത്ത പാർട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് തീറ്റ. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്നാണ്. ഇതൊരു ലിക്വിഡ്, ഇപ്പോൾ ഒരു ബീക്കറിൽ കുറച്ച് ലിക്വിഡ് ഉണ്ട്. ഈ ലിക്വിഡിൽ നമ്മളൊരു സോളിഡ് ഡിപ്പ് ചെയ്യുകയാണ്. വെൻ എ സോളിഡ് ഈസ് ഡിപ്ഡ് ഇൻ ടു എ ലിക്വിഡ്, ദി ലിക്വിഡ് സർഫസ് ഇൻ കോണ്ടാക്ട് വിത്ത് സോൾഡ് ഈസ് കർവ്ഡ്. ഈ സോൾഡിൻ്റെ സർഫസുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ഈ ലിക്വിഡ് ഇങ്ങനെ കർവായിട്ട് കാണുന്നു. ദി ആംഗിൾ ബിറ്റ്വീൻ ദി ടാൻജൻറ്റ് ടു ദി ലിക്വിഡ് സർഫസ്, ലിക്വിഡ് സർഫസിന് ടാൻജൻറ്റ്. ഓക്കെ, ദി ആംഗിൾ ബിറ്റ്വീൻ ദി ടാൻജൻറ്റ് ടു ദി ലിക്വിഡ് സർഫസ് അറ്റ് ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആൻഡ് ദി സോളിഡ് സർഫസ് ഇൻസൈഡ് ദി ലിക്വിഡ്. എന്തൊക്കെയാണ്? ദി ആംഗിൾ ബിറ്റ്വീൻ ദി ടാൻജൻറ്റ് ടു ദി ലിക്വിഡ് സർഫസ്, ലിക്വിഡ് സർഫസിൻ്റെ ടാൻജൻറ്റും സോളിഡ് സർഫസ് ഉണ്ടല്ലോ, ആൻഡ് ദി സോളിഡ് സർഫസ്, ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആൻഡ് ദി സോളിഡ് സർഫസ് ഇൻസൈഡ് ദി ലിക്വിഡ്, ലിക്വിഡിൻ്റെ ഇൻസൈഡുള്ള സോളിഡ് സർഫസും ആയിട്ടുള്ള ആംഗിളിനാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ടറൊക്കെയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇങ്ങനെയാണ് വരിക. വാട്ടറൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരിക. എന്നാൽ മെർക്കുറി ആകുമ്പോൾ അതിൻ്റെ കർവേച്ചർ നോക്കിയിട്ട് ഇങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് വരിക. കണ്ടോ? മെർക്കുറിക്ക് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഫോർ ഫ്ലൂയിഡ് ലൈക്ക് വാട്ടർ വിച്ച് വെറ്റ് ഗ്ലാസിൻ്റെ ഒരു ട്യൂബാണ് നമ്മൾ ഡിപ്പ് ചെയ്തത്. ഫോർ എ ലിക്വിഡ് ലൈക്ക് വാട്ടർ വിച്ച് വെറ്റ് ഗ്ലാസ്, ദി ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് അക്യൂട്ട്. വാട്ടർ ആണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ടായിരുന്നു. വൈൽ ഫോർ ലിക്വിഡ്സ് ലൈക്ക് മെർക്കുറി വിച്ച് ഡു നോട്ട് വെറ്റ് ഗ്ലാസിനെ വെറ്റ് ചെയ്യാത്ത മെർക്കുറി, ഇറ്റ് ഈസ് ഒപ്റ്റ്യൂസ്. അത് ഒപ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും മെർക്കുറി ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഫോർ വാട്ടർ ഇൻ കോണ്ടാക്ട് വിത്ത് ഗ്ലാസ്, ദി ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് നിയർലി 0. വൈൽ ഫോർ മെർക്കുറി ഇൻ കോണ്ടാക്ട് വിത്ത് ഗ്ലാസ്, ദി ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് നിയർലി 135. വാട്ടറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് നിയർലി 0 ആയിരിക്കും, വളരെ അക്യൂട്ടായിട്ടുള്ള ആംഗിൾ ആയിരിക്കും. എന്നാൽ മെർക്കുറി ആണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് നിയർലി 135 ആയിരിക്കും. കണ്ടോ? വാട്ടറിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയതാണ്, വളരെ ലീസ്റ്റ് ആയിട്ടുള്ളൊരു ആംഗിളേ ഉള്ളൂ. അതാണ് നിയർലി 0 എന്ന് പറയുന്നത്. മെർക്കുറിയുടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആകുമ്പോൾ ഭയങ്കര ലാർജാണ്, 135 ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ എന്താണെന്ന് മനസ്സിലായല്ലോ. യെസ്, ഇനി നമ്മൾ കാപ്പിലറി റൈസ് എന്നാണ് അടുത്ത ടേമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാപ്പിലറി റൈസ്. ഇഫ് എ കാപ്പിലറി ട്യൂബ് ഈസ് ഡിപ്പ്, കാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിട്ടുള്ള ഡയമീറ്ററുള്ള ഒരു ട്യൂബാണ്. ഈ ട്യൂബ് നമ്മളൊരു വാട്ടറിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ഇങ്ങനെ റൈസ് ചെയ്ത് വരും. കണ്ടോ? അങ്ങനെ റൈസ് ചെയ്ത് വരും. ഇഫ് എ കാപ്പിലറി ട്യൂബ് ഈസ് ഡിപ്ഡ് ഇൻ എ ലിക്വിഡ് ഹൂസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് അക്യൂട്ട്, വാട്ടറിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ടാണ്. അക്യൂട്ട് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഉള്ള ഒരു ലിക്വിഡിൽ നമ്മളൊരു കാപ്പിലറി ട്യൂബ്, സ്മോൾ റേഡിയസുള്ള ഒരു ട്യൂബ്, സ്മോൾ ഡയമീറ്ററുള്ള ട്യൂബ് ഡിപ്പ് ചെയ്താൽ ദി ലിക്വിഡ് റൈസസ് ഇൻ ദി ട്യൂബ്, ലിക്വിഡ് റൈസ് ചെയ്യും. ദിസ് ഈസ് നോൺ ആസ് കാപ്പിലറി റൈസ്. ഇതിനെയാണ് കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. ഈ കാപ്പിലറി അസെൻറ്റിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി അസെൻറ്റിൻ്റെ എക്സ്പ്രഷൻ. അതായത് ഒരു ബീക്കറിൽ വാട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് എടുത്തു അല്ലേ, അക്യൂട്ട് ആംഗിൾ ഉണ്ടാക്കുന്ന ഒരു ലിക്വിഡ് എടുത്തു. ഒരു കാപ്പിലറി ട്യൂബ് അല്പം വലുതായിട്ട് ഞാൻ വരച്ചു എന്നേ ഉള്ളൂ. ഒരു കാപ്പിലറി ട്യൂബ് ഡിപ്പ് ചെയ്യുമ്പോൾ എന്താണ്? കാപ്പിലറി റൈസ് ഉണ്ടാകുന്നു. ഈ ലിക്വിഡ് മുകളിലോട്ട് കയറുന്നു. ഇത് എത്ര ഹൈറ്റിൽ റൈസ് ചെയ്യും? ഇതിൻ്റെ എച്ച് കാണാനുള്ള ഫോർമുല നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്, ഡിറൈവ് ചെയ്തുണ്ടാക്കിയാണ്. കാപ്പിലറി റൈസ് എത്രയാണ്? എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി അസെൻറ്റ്. ഈ കാപ്പിലറി അസെൻറ്റ്, ഈ എച്ച് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൺസിഡർ എ കാപ്പിലറി ട്യൂബ് ഓഫ് റേഡിയസ് ആർ. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ദിസ് ഈസ് ആർ, ഇത് ആറാണ്. കാണാമല്ലോ, ആർ റേഡിയസ് ഉള്ളൊരു കാപ്പിലറി ട്യൂബാണ്. കൺസിഡർ എ കാപ്പിലറി ട്യൂബ് ഓഫ് റേഡിയസ് ആർ ഡിപ്ഡ് വേർട്ടിക്കലി ഇൻ എ ലിക്വിഡ്. ഒരു ലിക്വിഡിൽ വെർട്ടിക്കലായിട്ട് നമ്മൾ ഡിപ്പ് ചെയ്തിരിക്കുന്നു. ഓഫ് ഡെൻസിറ്റി റോ, ഈ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോയാണ്. ആൻഡ് സർഫസ് ടെൻഷൻ എസ്, ക്യാപിറ്റൽ എസ് ആണ് സർഫസ് ടെൻഷൻ. ദി മെനിസ്കസ് ഓഫ് ദി ലിക്വിഡ് ഇൻസൈഡ് ദി ട്യൂബ് ഈസ് കോൺകേവ്. കോൺകേവ് മെനിസ്കസ് ആണ് ഉണ്ടാവുക. അക്യൂട്ട് ആംഗിൾ ഉണ്ടാക്കുന്ന
ഒരു ലിക്വിഡ് ആയതുകൊണ്ട് കോൺകേവ് മെനിസ്കസ് ആണ് ഉണ്ടാവുക. മെർക്കുറി ഒന്നുമല്ല. മെർക്കുറി ആണെങ്കിൽ കോൺവെക്സ് മെനിസ്കസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ കോൺകേവ് മെനിസ്കസ് ആണ് ഉണ്ടാവുക. ഹെൻസ് ദി ലിക്വിഡ് റൈസസ് ത്രൂ ദി ട്യൂബ് അപ് ടു എ സർട്ടൻ ഹൈറ്റ്. എച്ച് എന്ന് പറയുന്ന ഹൈറ്റിൽ ഇത് റൈസ് ചെയ്യുന്നു. ആർ ഡാഷ് ബി ദി റേഡിയസ് ഓഫ് മെനിസ്കസ്. ഈ മെനിസ്കസ് നമ്മൾ കംപ്ലീറ്റ് ആയാൽ ഒരു സർക്കിൾ കിട്ടും. മെനിസ്കസ് കംപ്ലീറ്റ് ആക്കിയാൽ ഒരു സർക്കിൾ കിട്ടും. ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ആർ ഡാഷ് എന്ന് പറയുന്നത്. ക്യാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് ആറാണ്. ഈ ആറും ആർ ഡാഷും സെയിം അല്ല. ക്യാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് ആണ് ആർ. ഈ മെനിസ്കസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സർക്കിൾ കിട്ടും. ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ആർ ഡാഷ് എന്ന് പറയുന്നത്. ഇത് ഇ എന്ന് പറയുന്ന പോയിന്റ്, ഒ എന്ന് പറയുന്ന പോയിന്റ്. ഒ എന്ന് പറയുന്ന പോയിന്റ് ഈ മെനിസ്കസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സർക്കിൾ കിട്ടില്ല. ആ സർക്കിളിൻ്റെ സെൻറ്ററാണ് ഒ എന്ന് പറയുന്നത്. എച്ച് ഹൈറ്റിൽ വാട്ടർ റൈസ് ചെയ്യും. ദി പ്രഷർ ജസ്റ്റ് ബിലോ ദി കോൺകേവ് സൈഡ്. ഈ കോൺകേവ് സൈഡിൻ്റെ ജസ്റ്റ് ബിലോ സി. ഈ സി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടല്ലോ ഓഫ് ദി ലിക്വിഡ് മെനിസ്കസ് ഇൻ ദി ട്യൂബ് വിൽ ബി ലെസ് ദാൻ ദി എബോവ്. അപ്പോൾ ഇതിന് മുകളിലുള്ള അറ്റ്മോസ്ഫിയറാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. മുകളിലുള്ള പ്രഷറിനേക്കാൾ ലെസ് ദാൻ 2s ബൈ ആർ ഡാഷ്. 2s ബൈ ആർ ഡാഷ് ലെസ് ദാൻ ആയിരിക്കും സി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രഷർ അറ്റ് സി. പ്രഷർ അറ്റ് സി എന്ന് പറയുന്നത് ജസ്റ്റ് ബിലോ ദി മെനിസ്കസ്. പ്രഷർ അറ്റ് സി ജസ്റ്റ് ബിലോ ദി മെനിസ്കസ് ഈക്വൽസ് എച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് 2s ബൈ ആർ ഡാഷ്. 2s ബൈ ആർ ഡാഷ് ലെസ് ആയിരിക്കും. ഈ ഹൊറിസോണ്ടൽ ലെവലിലെ പ്രഷർ എല്ലാം സെയിം ആയതുകൊണ്ട് സിൻസ് ദി പ്രഷർ at the same horizontal level is same. At the same horizontal, horizontal is same. Same horizontal same ആയതിനാൽ pressure at A equals pressure at B. Pressure at A equals pressure at B ആണ്. Pressure at A equals pressure at B ആണ്. സെയിം ഹൊറിസോണ്ടൽ പ്രഷർ ഈക്വൽ ആവണം. പ്രഷർ അറ്റ് എ എന്ന് പറയുന്നത് എന്താണ്? എച്ച് അല്ലേ? പ്രഷർ അറ്റ് എ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷറിലൂടെ എച്ച്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ അറ്റ് ബി. പ്രഷർ അറ്റ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ അറ്റ് ബി എന്ന് പറയുമ്പോൾ സിയിലുള്ള പ്രഷർ ഉണ്ടല്ലോ, സിയിലുള്ള പ്രഷർ എച്ച് മൈനസ്, സിയിലുള്ള പ്രഷർ എന്താണ്? എച്ച് മൈനസ് 2s ബൈ ആർ ഡാഷ്. ഇതല്ല സിയിലുള്ള പ്രഷർ. സിയിലുള്ള പ്രഷർ പ്ലസ് ഈ ലിക്വിഡ് കോളത്തിൻ്റെ പ്രഷർ. ലിക്വിഡ് കോളം കൊണ്ടുണ്ടാകുന്ന പ്രഷർ നമ്മൾ എന്തെന്ന് പറയാം? എച്ച് റോ ജി. ഓക്കെ, അത് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ഒരു ലിക്വിഡിൻ്റെ അകത്തൊരു പോയിന്റുള്ള പ്രഷർ എന്ന് പറയുന്നത് ലിക്വിഡ് കോളം കൊണ്ടുണ്ടാകുന്ന പ്രഷറാണ്. അത് എച്ച് റോ ജി ആണ്. അപ്പോൾ ഈ എച്ച് എന്ന് പറയുന്ന ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈ സെയിം ഹൊറിസോണ്ടൽ സെയിം ആയതുകൊണ്ട് ഈ എച്ച് തന്നെയായിരിക്കാം എന്ത്? ഈ എച്ച് മൈനസ് 2s ബൈ ആർ ഡാഷ്. 2s ബൈ ആർ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഈ സീലുള്ള പ്രഷർ എന്ന് പറയുന്നത്, ഈ എച്ച് എന്ന് പറയുന്ന പ്രഷർ, ഈ സീലുള്ള പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? എബോവിലുള്ള പ്രഷർ, മുകളിലുള്ള പ്രഷറിനേക്കാൾ എച്ച് മൈനസ് 2s ബൈ ആർ ഡാഷ് ലെസ് ആയിരിക്കും. അപ്പോൾ ബിയിലെ പ്രഷർ എന്ന് പറയുന്നത് 2 പ്രഷേഴ്സാണ്. സിയിലുള്ള പ്രഷർ പോലെ തന്നെ ബിയിലും ഒരു പ്രഷറുണ്ട്. അതാണ് എച്ച് മൈനസ് 2s ബൈ ആർ ഡാഷ്. പോരാത്തതിനോ എക്സ്ട്രാ പ്രഷറുണ്ട്. എന്താണ്? ഈ ലിക്വിഡ് കോളം കൊണ്ടുള്ള പ്രഷറുണ്ട്. അതാണ് എച്ച് റോ ജി. നമുക്കിങ്ങനെ കിട്ടി. ഈ എച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 0 ആയിപ്പോവും. ഇതിവിടെ വരുമ്പോൾ എന്താവും? ഈ എച്ച് റോ ജി അവിടെ നിർത്താം. എച്ച് റോ ജി അവിടെ നിർത്തിയാൽ ഇവിടെ ഓൾറെഡി മൈനസ് 2s ബൈ ആർ ഡാഷേ ഉള്ളൂ അല്ലേ? ഇനി ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഓക്കെ, ഇതിനെ തീറ്റയായിട്ട് എടുത്താൽ, തീറ്റയായിട്ട് ഞാനൊരു കോസ് തീറ്റ കാണുകയാണ്. കോസ് തീറ്റ എന്ന് പറയുന്നതാണ് adjacent side by hypotenuse, that is r by r dash. Cos theta equals r by r dash. Then cos theta into r dash equals r. Then r dash മുകളിലാണ്. r dash equals what? r dash equals r by cos theta. അപ്പോൾ നമ്മൾ എച്ച് റോ ജി ഈക്വൽസ് മൈനസ് 2s അല്ലേ? എച്ച് റോ ജി ഇവിടെ നിർത്തിയിട്ട് 2s അപ്പുറം പോയി. അപ്പോൾ മൈനസ് ഒന്നുമില്ല, പ്ലസ് ഉള്ളൂ. 2s ബൈ ആർ ഡാഷ് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് എഴുതും? ആർ ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. ദെൻ എച്ച് റോ ജി ഈക്വൽസ് 2s ബൈ ആർ അവിടെ കിടക്കും, കോസ് തീറ്റ മുകളിൽ പോകും, കോസ് തീറ്റ. ദെൻ എച്ച് ഈക്വൽസ് റോ ജി എന്ന് പറയുന്നത് എന്ത് വരും? താഴെ വരും. അപ്പോൾ 2s
കോസ് തീറ്റ ബൈ റോ ജി ഇസ് ദി എച്ച്. അതാണ് എച്ച് എന്ന് പറയുന്നത്. ഇത് കേസ് ഓഫ് വാട്ടർ ആണ്. വാട്ടർ ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് നിയർലി 0 ആണെന്ന് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു. അപ്പോൾ ദെൻ കോസ് തീറ്റ ഈക്വൽസ് 1 ആയിരിക്കും. തീറ്റ 0 ആകുമ്പോൾ കോസ് തീറ്റ 1 ആയിരിക്കും. അപ്പോൾ കോസ് തീറ്റ കട്ടായാൽ നമുക്ക് എച്ച് ഈക്വൽസ് 2s ബൈ റോ ജി ആണ് എന്താ ക്യാപ്പിലറി റൈസിൻ്റെ എച്ച് ആണുള്ള ഫോർമുല എന്ന് പറയാം. മനസ്സിലായില്ലേ? സിമ്പിളല്ലേ? ഒന്നുകൂടിയാണ് വേണമെങ്കിൽ പറയാം. ഇത് മെനിസ്കസ്. ഈ മെനിസ്കസ് കംപ്ലീറ്റ് ആകുമ്പോൾ റേഡിയസ് ഒരു സർക്കിൾ കിട്ടും. അതിൻ്റെ റേഡിയസ് ആണ് ആർ ഡാഷ്. ക്യാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് ആണ് ആർ. അപ്പോൾ ഇവിടെ ഒരു തീറ്റ ആംഗിൾ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? കോസ് തീറ്റ ഈക്വൽസ് ആർ ബൈ ആർ ഡാഷ് എന്ന് പറയാം അല്ലേ? കോസ് തീറ്റ ഈക്വൽസ് ആർ ബൈ ആർ ഡാഷ്. ദെൻ ആർ ഡാഷ് ഈക്വൽസ് ആർ ബൈ കോസ് തീറ്റ. അതവിടെ നിൽക്കട്ടെ. സിയിലുള്ള പ്രഷർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? സിയിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ എബോവിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ എച്ച് ഉണ്ടല്ലോ, എബോവിലുള്ള പ്രഷറിനേക്കാൾ ലെസ് ദാൻ 2s ബൈ ആർ ഡാഷ് ആയിരിക്കും സിയിലുള്ള പ്രഷർ. ദാറ്റ് ഈസ് എച്ച് മൈനസ് 2s ബൈ ആർ ഡാഷ്. ഓക്കെ. ഇനി എയിലെയും ബിയിലെയും സെയിം ഹൊറിസോണ്ടലിലുള്ള പോയിന്റ് ആയതുകൊണ്ട് എയിലുള്ള പ്രഷർ എച്ച് ആണ്. ഈ പ്രഷർ തന്നെയായിരിക്കും ബിയിൽ. അപ്പോൾ എയിലുള്ള പ്രഷർ ഈക്വൽസ് എച്ച്. ബിയിലുള്ള പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? സിയിലുള്ള പ്രഷർ പോലെ തന്നെ ഒരു പ്രഷർ ഉണ്ട്. അതാണ് എച്ച് മൈനസ് 2s ബൈ ആർ ഡാഷ് പ്ലസ് ഈ ലിക്വിഡ് കോളത്തിൻ്റെ എച്ച് റോ ജി. ഓക്കെ. ദെൻ എച്ച് റോ ജി ഈക്വൽസ് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയത്. അപ്പോൾ 2s ബൈ ആർ ഡാഷ്. ആർ ഡാഷ് നമ്മൾ കോസ് തീറ്റാന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എച്ച് ഈക്വൽസ് 2s ബൈ ആർ ജി എന്ന് കിട്ടി. ഡിറ്റർജൻറ്റ്സ് ആൻഡ് സർഫസ് ടെൻഷൻ. ഈ സർഫസ് ടെൻഷനും ഡിറ്റർജൻറ്റും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് നമ്മൾ എന്തിനാണ് ശരിക്കും ഉപയോഗിക്കുന്നത്? എന്തിനാണ് ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യുന്നത്? സോപ്പ് ഉപയോഗിച്ചാൽ പോരെ? സോപ്പ് ഉപയോഗിക്കാം. വെറുതെ വാട്ടർ കൊണ്ട് കഴുകിയാൽ പോരെ? ഡിറ്റർജൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇഫ് ക്ലോത്ത്സ് ഹാവ് ഗ്രീസ് ഓർ ഓയിൽ സ്റ്റെയിൻസ് ഓൺ ദം. ഈ ക്ലോത്തിൽ ഗ്രീസിൻ്റെയോ ഓയിലിൻ്റെയോ സ്റ്റെയിൻ ഉണ്ടാവുന്നു അല്ലേ? അപ്പോഴല്ലേ നമുക്ക് ക്ലോത്ത് കഴുകാൻ അല്ലെങ്കിൽ വാഷ് ചെയ്യാൻ ഭയങ്കര പാട്. അത് പോവില്ല. ചെളിയോ മണ്ണൊക്കെയാണെങ്കിൽ വാട്ടർ കൊണ്ട് തന്നെ പോകും. ദെൻ വാഷിംഗ് വിത്ത് വാട്ടർ വിൽ നോട്ട് റിമൂവ് ദി സ്റ്റെയിൻസ്. ഗ്രീസോ ഓയിലിൻ്റെയോ സ്റ്റെയിൻ ഉണ്ടായാൽ വാട്ടറിന് റിമൂവ് ചെയ്യാൻ പറ്റില്ല, ഈ സ്റ്റെയിനിന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് ബിക്കോസ് വാട്ടർ ഡസ് നോട്ട് വെറ്റ് ഗ്രീസി ഡേർട്ട്. വാട്ടർ ഗ്രീസി ഡേർട്ടിൽ വെറ്റാവില്ല. ദാറ്റ് ഈസ് ദി റീസൺ. വാട്ടർ ഗ്രീസി ഡേർട്ടിൽ ഡു നോട്ട് വെറ്റ് അല്ലേ? വാട്ടർ ഡസ് നോട്ട് വെറ്റ് ഗ്രീസി ഡേർട്ട്. ഇഫ് വാട്ടർ കുഡ് വെറ്റ് ദി ഗ്രീസ്, വാട്ടറിന് ഗ്രീസിനെ വെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദി ഫ്ലോ ഓഫ് വാട്ടർ ക്യാൻ റിമൂവ് ദി ഗ്രീസ് അവേ. വാട്ടർ കൊണ്ട് ഈ ഗ്രീസിനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം അല്ലേ? ഫ്ലോ ഓഫ് വാട്ടർ ക്യാൻ റിമൂവ് ദി ഗ്രീസ് അവേ. നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. വെൻ എ ഡിറ്റർജൻറ്റ് ഈസ് ആഡഡ്, നമ്മളൊരു ഡിറ്റർജൻറ്റ് ചേർക്കുകയാണെങ്കിൽ വെൻ എ ഡിറ്റർജൻറ്റ് ഈസ് ആഡഡ്, ദി ഡിറ്റർജൻറ്റ് അട്രാക്ട് വാട്ടർ അറ്റ് 1 end. ഡിറ്റർജൻറ്റ് മോളിക്കൂൾ എന്നാണ് വാട്ടറിനെ 1 endലും ഗ്രീസ് മോളിക്കൂളിനെ അതർ എൻഡിലും അട്രാക്റ്റ് ചെയ്യും. ദിസ് റെഡ്യൂസസ് ദി സർഫസ് ടെൻഷൻ. അപ്പോൾ സർഫസ് ടെൻഷൻ റെഡ്യൂസ് ചെയ്യുന്നു ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ഓയിൽ. ഓയിലും വാട്ടറും തമ്മിലുള്ള സർഫസ് ടെൻഷൻ റെഡ്യൂസ് ചെയ്യുന്നു. ഹെൻ സ്മോൾ ഗ്ലോബ്സ് ഓഫ് ഡേർട്ട് സറൗണ്ടഡ് ബൈ ഡിറ്റർജൻറ്റ്. ഈ ഡിറ്റർജൻറ്റ് കൊണ്ട് സറൗണ്ട് ചെയ്ത ഈ ഡേർട്ടിൻ്റെ ഗ്ലോബ്സ് ഉണ്ടാകുന്നു. ആൻഡ് ദെൻ ബൈ വാട്ടർ ആർ ഫോംഡ്. ദെയർ ബൈ റിമൂവിങ് ദി ഡേർട്ട് ഫ്രം ദി ക്ലോത്ത്. നമുക്കിത് എങ്ങനെ പറയാം? ദി മോളിക്യൂൾ ഓഫ് ഡിറ്റർജൻറ്റ് അട്രാക്ട് വാട്ടർ അറ്റ് 1 end ആൻഡ് ഗ്രീസ് അറ്റ് ദി അതർ end and reduces surface tension between water and oil. Hence, small globs of dirt surrounded by detergent and then by water are formed, thereby removing the dirt from clothes. അതാണ് ഡിറ്റർജൻറ്റും സർഫസ് ടെൻഷനും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് വേറൊരു ടേമാണ് പഠിക്കാൻ പോകുന്നത്. വിസ്കോസിറ്റി. വിസ്കസ് ഫ്ലൂയിഡ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? What is viscosity? Viscosity. What is viscosity? ഒരു സ്റ്റഡി ഫ്ലോ ഓഫ് ലിക്വിഡ് ഓഫ് എ ഹൊറിസോണ്ടൽ സർഫസിൽ കൂടെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാന്നിരിക്കട്ടെ. ഒരു ഫ്ലൂയിഡ്. ദി ലെയർ ഓഫ് ദി ലിക്വിഡ് വിച്ച് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി ഹൊറിസോണ്ടൽ സർഫസ് ഈസ് അറ്റ് റെസ്റ്റ്. ഈ ലാസ്റ്റ് ഉള്ള സർഫസുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ലെയർ എന്ന് പറയുന്നത് റെസ്റ്റിലായിരിക്കും. വൈൽ ദി ലെയർ അറ്റ് ദി ടോപ്പ്, ഏറ്റവും ടോപ്പിലുള്ള ലെയർ മാക്സിമം വെലോസിറ്റിയിലായിരിക്കും.
മാക്സിമം വെലോസിറ്റിയിൽ ആയിരിക്കും. ദി ഫാർദർ അവേ എ ലെയർ ഫ്രം ഫിക്സ്ഡ് സർഫസ് ദി ഗ്രേറ്റർ ഇസ് ദി വിസ്കോസിറ്റി. ഫിക്സ്ഡ് സർഫസിൻ്റെ ഒരു ചേർന്നുള്ള അതിന് ക്ലോസ് ആയിട്ടുള്ള ആ ലെയർ റെസ്റ്റിലായിരിക്കും. പിന്നെ മുകളിലോട്ട് പോകും തോറും ലെയറിൽ നിന്ന് ലെയറിലോട്ട് ഡിസ്റ്റൻസ് ആ ലെയറിൻ്റെ ഇൻക്രീസ് ചെയ്യും തോറും എന്താണ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഉണ്ടാവുക എന്ന് പറയും. എന്ന് പറയുന്നു വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഉണ്ടാവുക എന്ന് പറയുന്നു. വാട്ട് ഈസ് ദി വെലോസിറ്റി ഗ്രേഡിയൻ്റ്? വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഈസ് ദി rate of change of velocity with ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് ഏത് റേറ്റിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു. വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ഡിസ്റ്റൻസ്. അതാണ് വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ലെയേഴ്സ് നോക്കുകയാണ്. ഈ ലെയറിൻ്റെ വെലോസിറ്റി വി ആണ്. തൊട്ട് ടോപ്പുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ വി ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഡെൽറ്റ വി കൂടുതലാണ് ഡി എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ. അപ്പോൾ വി ഈ പോയിന്റിലുള്ള ഈ ലെയറിൻ്റെ വെലോസിറ്റി വി, ഡി എക്സ് ഡിസ്റ്റൻസിലുള്ള മറ്റൊരു ലെയറിൻ്റെ വെലോസിറ്റി വി പ്ലസ് ഡി വി ആണെന്ന് ഇരിക്കട്ടെ. ദെൻ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് വി പ്ലസ് ഡി വി മൈനസ് വി, വെലോസിറ്റിയുടെ ഡിഫറൻസ് ബൈ ഡി എക്സ് ആയിരിക്കും, ബൈ ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഡി വി. വിയും വിയും കട്ട് ചെയ്ത് ഡി വി ബൈ ഡി എക്സ് ആയിരിക്കും. ഡി വി ബൈ ഡി എക്സ് ഈസ് ദി വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഡി വി ബൈ ഡി വി എന്ന് പറയുന്നത് വി ടു എന്ന് പറയുന്ന ടോപ്പിലെ വെലോസിറ്റി, വി വൺ ബോട്ടത്തിലെ വെലോസിറ്റി ആണെങ്കിൽ വി ടു ബൈ മൈനസ് വി വൺ ബൈ ഡി ആണ് വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് നമുക്ക് പറയാം. ദിസ് ഈസ് വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയാം. ഇനി വെലോസിറ്റി ഓഫ് എ ലിക്വിഡ്, ഒരു ലിക്വിഡിൻ്റെ വെലോസിറ്റി എങ്ങനെയിരിക്കും? അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ്. വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വിസ്കോസിറ്റി. വാട്ട് ഈസ് ദി വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ഓർ ലിക്വിഡ്? ഇൻ ആൻ ഓർഡർലി ഫ്ലോ ഓഫ് എ ലിക്വിഡ് ഓവർ എ ഫിക്സ്ഡ് പ്ലെയിൻ. ഒരു ഫിക്സ്ഡ് പ്ലെയിനിൽ കൂടെ ലിക്വിഡ് ഓർഡറായിട്ട് ഫ്ലോ ചെയ്യുകയാണ്. ഇമാജിൻ 2 സക്സസീവ് ലെയേഴ്സ് ഓഫ് ലിക്വിഡിൻ്റെ 2 സക്സസീവ് ലെയേഴ്സ് നമ്മൾ ഇമാജിൻ ചെയ്യുക. ദി അപ്പർ ലെയർ മൂവ്സ് ഫാസ്റ്റർ ദാൻ ദി ലോവർ ലെയർ. അപ്പർ ലെയർ ലോവർ ലെയറിനേക്കാൾ ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യുന്നു. ഹെൻസ് ദി അപ്പർ ലെയർ ട്രൈസ് ടു ഡ്രാഗ് ദി ലോവർ ലെയർ അലോങ് വിത്ത് ഇറ്റ്. ഈ അപ്പർ ലെയർ ലോവർ ലെയറിൻ്റെ മുകളിലൂടെ ഫാസ്റ്റ്ലി മൂവ് ചെയ്യുമ്പോൾ ഈ ഏകദേശം റെസ്റ്റിലിരിക്കുന്ന ലോവർ ലൈനെ കൂടി ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പർ ലെയർ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകുന്നു വിത്ത് ഇറ്റ്. വേറാസ് ദി ലോവർ ലെയർ പുൾസ് അപ്പർ ലെയർ ബാക്ക്വേർഡ്സ്. ഈ ലോവർ ലെയറിനെ അപ്പർ ലെയർ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകുവാൻ ട്രൈ ചെയ്യുമ്പോൾ ഈ ലോവർ ലെയർ അപ്പർ ലെയറിനെ എന്ത് ചെയ്യുന്നു? പുള്ള് ചെയ്യുന്നു. പോകാതിരിക്കാൻ വേണ്ടി പുള്ള് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ വരികയാണല്ലേ അവിടെ. ഒരു ഫോഴ്സ്, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് വരികയാണ് അവിടെ അല്ലേ. സോ ദർ ഇസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദി ലെയേഴ്സ് വിച്ച് ഓപ്പോസസ് ദി റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദം. ഈ 2 ലെയേഴ്സിൻ്റെ റിലേറ്റീവ് മോഷനെ ഹിൻഡർ ചെയ്യുന്ന, ഓപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ്, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ വരുന്നു. ദിസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് കോൾഡ് വിസ്കോസിറ്റി. നമുക്ക് എന്തെന്ന് പറയാം? ദി വിസ്കോസിറ്റി ഓഫ് എ ഫ്ലൂയിഡ്. ദി വിസ്കോസിറ്റി of a fluid. The viscosity of a fluid is the what? Property of the fluid. Fluidന്റെ property ആണ്. Property of the fluid. Fluidന്റെ ഒരു property ആണ്. Property of the fluid by virtue of which the fluid opposes the relative motion, അല്ലേ? relative motion between its successive layers. ഇപ്പോൾ ലിക്വിഡിൻ്റെ സക്സസീവ് ലെയേഴ്സ് റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതാണ് ആ ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ന്യൂട്ടൺസ് ഇക്വേഷനാണ്. ന്യൂട്ടൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ന്യൂട്ടൺസ്
ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഫോർ വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സിനൊരു എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. വിസ്കസ് ഫോഴ്സിനൊരു എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ന്യൂട്ടൺ ഷോഡ് ദാറ്റ് ദി ടാൻജൻഷ്യൽ വിസ്കസ് ഫോഴ്സ് ടാൻജൻഷ്യലി ആണ്, ഇങ്ങനെ ടാൻജൻ്റ് ആയിട്ടാണ്. ടാൻജൻഷ്യൽ വിസ്കസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സർഫസ് ഏരിയ ഓഫ് ദി ലെയർ. ലെയറിൻ്റെ സർഫസ് ഏരിയയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. വെലോസിറ്റി ഗ്രേഡിയൻറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ന്യൂട്ടൺ എന്താ പറഞ്ഞത്? വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദി ലെയർ ആൻഡ് വിസ്കസ് force is also proportional to velocity gradient, that is dv by ds. Then we can say that viscous force is directly proportional to a into dy by dx, or F equals to constant കൊടുക്കുകയാണ് ഈറ്റ എന്ന് പറയുന്നത് a dv by dx. ഈ ഈറ്റ എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ് എന്ന് പറയാം. ഫ്ലൂയിഡിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ് ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. വാട്ട് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി? ഈ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ കണ്ടു എന്താണെന്ന്. അതൊരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ ഇതെന്താണെന്ന് ശരിക്കും ഡിഫൈൻ ചെയ്യാം നമുക്ക്. ഇൻ എ സ്റ്റഡി ഫ്ലോ, ഒരു സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ, ഇൻ എ സ്റ്റഡി ഫ്ലോ ദി വിസ്കസ് ഫോഴ്സ് ബിറ്റ്വീൻ ദി ലേയേഴ്സ് ഓഫ് എ ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡിൻ്റെ ലേയേഴ്സ് ബിറ്റിലുള്ള ആ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഈക്വൽസ് ഈറ്റ ഇ ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ആണ്. ഓക്കെ, എ ഇസ് ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷണൽ ലെയർ. ലെയറിൻ്റെ ഏരിയയാണ്, ക്രോസ് സെക്ഷനല്ല, ഈ ലെയറിൻ്റെ ഏരിയയാണ് എ എന്ന് പറയുന്നത്. ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണ്. വെൻ എ ഈക്വൽസ് 1, ഏരിയ യൂണിറ്റി ആണ്. ഡി വി ബൈ ഡി എക്സ്, ഡി വി വെലോസിറ്റി ഗ്രേഡിയൻറ്റ് 1 ആണ്. അപ്പോൾ നമുക്കെന്ന് പറയാം എഫ് ഈക്വൽസ് ഇത് 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈറ്റ എന്ന് പറയും. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്താണ്? ഏരിയ 1ഉം വെലോസിറ്റി ഗ്രേഡിയൻറ്റ് 1ഉം ആകുമ്പോൾ അപ്പോഴുള്ള ആ വിസ്കസ് ഫോഴ്സിനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയാം. അതാണ് ഈ ഡെഫിനിഷൻ. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് മേ ബി ഡിഫൈൻഡ് ആസ് ദി ടാൻജൻഷ്യൽ വിസ്കസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ വെൻ ദി വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഈസ് യൂണിറ്റി. യൂണിറ്റ് ഏരിയയിലുമാണ് ടാൻജൻഷ്യൽ വിസ്കസ് ഫോഴ്സ്. ദെൻ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് യൂണിറ്റിയുമാണെങ്കിൽ ആ വിസ്കസ് ഫോഴ്സിനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് നോക്കാം. എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ സ്ക്വയർ പെർ യൂണിറ്റ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, അല്ലെങ്കിൽ ന്യൂട്ടൺ എസ് മീറ്റർ റൈസ് ടു -2, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം പാസ്കൽ സെക്കൻഡ് എന്ന് പറയും. PAS പാസ്കൽ സെക്കൻഡ് എന്ന് പറയാം. ഓർ പോയിസെല്ലി എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ് POISEUILL പോയിസെല്ലി, PL. ഇതെല്ലാം വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഇതെല്ലാം കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റുകളാണ്. SI CGS സിസ്റ്റത്തിൽ ഡൈൻ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ യൂണിറ്റ് വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയും. അല്ലെങ്കിൽ പോയസ് പി എന്ന് പറയും. പയസ് എന്ന് പറയും CGS സിസ്റ്റത്തിൽ. 1 പോയിസെല്ലി ഈക്വൽസ് 10 പയസ്. ഓക്കെ, ഡയമെൻഷൻസ് നോക്കാം. ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഈറ്റ ഇൻറ്റു എ ഡി വി ബൈ ഡി എക്സ് ആണെന്നറിയാം. Therefore ഈറ്റ ഈക്വൽസ് എഫ് ഇൻറ്റു ഡി എക്സ് ബൈ എ ഇൻറ്റു ഡി വി ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. ഡി എക്സ് എന്നൊക്കെ പറയുന്നത് എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ ഇട്ട് കൊടുത്താൽ mL/-2 അതിന് ഫോഴ്സ് ഇൻറ്റു എൽ, ഓക്കെ, ഡി എക്സിൻ്റെ ഡിവൈഡ് ബൈ ഏരിയ L² ഇൻറ്റു ഡി വി വെലോസിറ്റിയുടെ LT⁻⁻1. എല്ലാം കട്ട് ചെയ്ത് പോകുമ്പോൾ mL/-1 T⁻⁻1 ഇസ് ദി ഡയമെൻഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. പ്രത്യേകം ഓർത്തോളം ഫോഴ്സാണ് mL/T⁻².
ഡി എക്സ് ലെങ്ത് ആയതുകൊണ്ട് എൽ. ഏരിയ എൽ സ്ക്വയർ. ഡി വി ഇവിടെയാണ്. ഡി വി എന്ന് പറയുന്നത് എന്താണ്? ഡി വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. എൽ ടി റൈസ് ടു മൈനസ് 1 കട്ട് ചെയ്ത് പോയി ബാലൻസ് എന്നുകൊണ്ട് എം എൽ റൈസ് ടു ടി റൈസ് ടു മൈനസ് 1 എന്ന് കിട്ടി അല്ലേ? ഈ എല്ലും കട്ടായിപ്പോയി അല്ലേ? ഈ എല്ല് കട്ടായിപ്പോയി എല്ല് 1 കിട്ടി. അപ്പോൾ എല്ല് മോളിൽ ചെല്ലുമ്പോൾ -1, ടി -1 ഉണ്ട് അല്ലേ? ഇവിടെ 2 ഉണ്ട്. ടി -1 ഇവിടെ ചെല്ലുമ്പോൾ എന്താവും? ടി സ്ക്വയർ എന്നല്ല കിടക്കുന്നത്. എസ് ടി റൈസ് ടു -2 എന്നാട്ടോ. -2 എന്നാണ്. അപ്പോൾ ഈ -1 മുകളിൽ ചുമ്മാ +1 ആവും. അപ്പോൾ +1 -2 പോവും. എം എൽ ടി റൈസ് ടു -2 അല്ലേ ഫോഴ്സ്? യെസ്. ഇതാണ് റേഷ്യോ, ഡയമെൻഷൻ. ഇനി വേരിയേഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറുമായിട്ട് വിസ്കോസിറ്റിക്ക് എന്താണ് റിലേഷൻ? വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ ചൂടാക്കിയാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. ലിക്വിഡ് ആണെങ്കിൽ. ഗ്യാസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ വിസ്കോസിറ്റിയും ഇൻക്രീസ് ചെയ്യും. ഇനി കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി വാട്ടറിൻ്റെ 1 ആണ് 20 ഡിഗ്രി സെൽഷ്യസിൽ. ബ്ലഡിൻ്റെ 2.7 ആണ്. കണ്ടോ, കുറച്ചും കൂടി എന്താണ് ഡെൻസാണ് അല്ലേ? 37 ഡിഗ്രി സെൽഷ്യസിൽ. ഗ്ലിസറീൻ ആണെങ്കിൽ 830 ആണ്. ഭയങ്കര ഓവറാണ് അല്ലേ? വിസ്കോസിറ്റി ഭയങ്കര കൂടുതലാണ്. എയറിൻ്റെ 0.017 ഉള്ളൂ. വാട്ടറിനേക്കാളും വിസ്കോസിറ്റി കുറവാണ് എയറിന്. ഹണിക്ക് 200 ആണ് അല്ലേ? ഹണി ഭയങ്കര പാടല്ലേ അത് ഫ്ലോ ചെയ്യാൻ. മെഷീൻ ഓയിലിൻ്റെ 113 16 ഡിഗ്രി സെൽഷ്യസിൽ. മെഷീൻ ഓയിലൊക്കെ ഹൈലി വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ആണ് അല്ലേ? വാട്ടറിൻ്റെയൊക്കെ വിസ്കോസിറ്റി 1. വാട്ടറിൻ്റെ 1 ആണ്. യൂണിറ്റ് ആണ് അല്ലേ? എയറിൻ്റെ വാട്ടറിനേക്കാൾ വളരെ ഇഷ്ടമാണ്. 0.017 ഉള്ളൂ 0 ഡിഗ്രി സെൽഷ്യസിൽ. ഇതൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കുക.